ശക്തമായ വേനൽ മഴയിൽ ഏറെ പ്രതീക്ഷകളോടെ വിളവിറക്കിയ കാർഷിക വിളകൾ നഷ്ടമായതിന്റെ വേദനകൾ പങ്കുവയ്ക്കുകയാണ് വയനാട്ടിലെ യുവ കർഷകരായ സഹോദരങ്ങൾ. ഫാം ടൂറിസത്തിന്റെ ഭാഗമായി കൃഷിയിറക്കിയ തണ്ണിമത്തനുകൾ കനത്ത മഴയിൽ നശിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇവർക്ക് ഉണ്ടായത്. പരീക്ഷണാടിസ്ഥാനത്തിൽ സൂര്യകാന്തി കൃഷിയിറക്കിയ കർഷകർക്കും വേനൽ മഴ കനത്ത ആഘാതമേൽപ്പിച്ചു. അവസ്ഥയിലായി ഈ യുവ കർഷകർ. വിഷരഹിത ഒരു തണ്ണിമത്തൻ അതിൻ്റെ സാധ്യത ഞങ്ങൾക്ക് ഏറെക്കുറെ ഒരുപാട് മനസ്സിലായി. ഇതിന് ആവശ്യക്കാർ ഏറെ ഉണ്ട് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കൊല്ലം ഞങ്ങളൊരു 12 ഏക്കറിൽ കൃഷി ഇറക്കിയത്. നിർഭാഗ്യവശാൽ ഞങ്ങൾ ഈ വേനൽ മഴ നിരന്തരമായി ഒരു ആഴ്ച പെയ്തുകൊണ്ട് കൃഷിയെ മൊത്തം അത് ബാധിച്ചു. വള്ളികളെല്ലാം ചീഞ്ഞു പോവുകയും ഉള്ള കാഴിയെല്ലാം വളർച്ചയില്ലാതെയും നശിച്ചു പോവുകയാണ് ഉണ്ടായത്. സുഹൃത്തുക്കളായ ബേബിയും പ്രഭാകരനും ചേർന്നാണ് സൂര്യകാന്തി പൂക്കൾ കൃഷി ഇറക്കിയത്. മഞ്ഞപ്പട്ടേകി നിന്ന സൂര്യകാന്തി പൂക്കൾ കാണാൻ നിരവധി സഞ്ചാരികളും എത്തി. എന്നാൽ ഒരാഴ്ച നീണ്ട വേനൽ മഴ ഇവരുടെ പ്രതീക്ഷകളും തകർത്തു. എല്ലാ കൊല്ലത്തെ കഴിഞ്ഞ് നല്ല പൂവാണ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ചെയ്തതാണ്. പക്ഷേ കാലവർഷം പെയ്യുമ്പോഴല്ലേ മഴ. ഇപ്പോൾ ഇന്നലെ മഴ, മിനിങ്ങാന്ന് മഴ, 3-4 ദിവസമായിട്ട് മഴ. അതുകൊണ്ട് ഈ വെള്ളം കിടക്കുന്നുണ്ടോ, ഇനി ഈ വെള്ളത്തിലേക്ക് ആണിറങ്ങാൻ വേണ്ടി വരില്ല. അതേപോലെ ഈ പൂ ഇനി ഒരെണ്ണം പറിച്ച് അതിൻ്റെ അരി വിൽക്കാൻ കിട്ടുകയില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അതാണ് മുൻവർഷങ്ങളിലും ഇതേ മാതൃകയിൽ ഇവർ കൃഷി ഇറക്കിയിരുന്നു. പൂപ്പാടം കാണാനെത്തുന്നവർക്കായി ജൈവരീതിയിൽ കൃഷിയിറക്കിയ തണ്ണീർമത്തനുകൾ വിൽപ്പന നടത്തുക വഴി മികച്ച വരുമാനവും ലഭിച്ചു. ആ ലാഭമാണ് ഇത്തവണ വ്യാപകമായി കൃഷിയിറക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. അമൃത ന്യൂസ്, വയനാട്.